ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സദ്യയ്ക്ക് നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു പൈനാപ്പിൾ പച്ചടി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റം കേട്ടോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ, വാ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. പകുതി കൂടുതലുണ്ട് പൈനാപ്പിൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പൂർണ്ണമായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് ഞാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരല്പം എടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ആ അടിച്ചെടുത്തതും കൂടെ നമുക്ക് ഈ പൈനാപ്പിളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരല്പം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടോ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റവും കൂടെ. ഇതിലേക്ക് ഒരല്പം ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളിന് നല്ല മധുരമുണ്ട് അത്യാവശ്യം, എന്നാലും ഞാൻ ഒരല്പം മധുരം കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ശർക്കര ചേർത്തിട്ടുണ്ട്. ഇനി ജാറ് കഴുകി ആ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൈനാപ്പിൾ അടിച്ചെടുത്ത ജാറല്ലേ. അപ്പോൾ ഇതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം നല്ലൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് അടുപ്പിന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ മിക്സിയുടെ ജാറെടുക്കുക. അതിലേക്ക് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നല്ല പാലുള്ള തേങ്ങ എടുക്കുക കേട്ടോ. ഒരുപാട് മുറ്റിയ തേങ്ങ എടുക്കരുത്, നല്ല പച്ചത്തേങ്ങ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഒരല്പം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കുക. ഒന്ന് അരിഞ്ഞതിന് ശേഷം നമുക്കിത് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഒരുപാട് അരയരുത് കേട്ടോ. ഈ ഒരു പരുവത്തിന് നമുക്ക് അടിച്ചെടുത്താൽ മതിയാവും. ഇത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ തിളച്ച് വരുന്നുണ്ട് നല്ലപോലെ. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് വറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി വെന്ത് വരട്ടെ നല്ലപോലെ. ഇപ്പോൾ ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂട്ടില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് തരാനും അതുപോലെ തന്നെ ഒരു ഹൈപ്പ് തരാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തുടർന്ന് വീഡിയോ ഇടാനും ഒക്കെ വലിയൊരു ഉത്സാഹമായിരിക്കും. അപ്പം മറക്കാതെ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരിക. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ തേങ്ങയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കിട്ടും. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ ഈ സമയം ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല കട്ട തൈര് വേണം എടുക്കാൻ. അപ്പോൾ അത് നല്ലപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് പുളി, ഒത്തിരി അങ്ങ് പുളിപ്പായി പോരുത്, എന്നാൽ അത്യാവശ്യത്തിന് പുളിയും വേണം കേട്ടോ. ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് തൈര് കിട്ടാൻ. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടായി മാത്രം വന്നാൽ മതിയാവും. അപ്പോൾ ഈ സമയം ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഞാനതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. തിളയ്ക്കാതെ തിളച്ച് പോരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ തീയൊക്കെ ഇതാക്കിയിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടിയിട്ട് നമുക്കിനി ഒരു താളിപ്പ് തയ്യാറാക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ താളിപ്പ് തയ്യാറാക്കാൻ നോക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് 3-4 വറ്റൽമുളകും 2 തണ്ട് കറി ലീഫും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്താൽ നമ്മുടെ താളിപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ആ മണം എല്ലാം അതിൽ തന്നെ കിട്ടാനായിട്ട്.
അത് കഴിഞ്ഞ് നമുക്കത് തുറന്ന് നോക്കാം. നല്ല മണവും നല്ല ടേസ്റ്റും ആട്ടോ. ഒരുപാട് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ പൈനാപ്പിൾ പച്ചടി. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിന് ഒന്നുകൂടെ ഒരു ഭംഗിയും അതുപോലെ തന്നെ ഒന്നുകൂടെ കാണാനൊക്കെ നല്ലൊരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് മുന്തിരിങ്ങ, കറുത്ത മുന്തിരിങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിരിക്കുക. എന്നിട്ട് നല്ലതുപോലെ കല്ലുപ്പിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ വെള്ളത്തിൽ. അതിനുശേഷം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് നമ്മുടെ മുന്തിരിങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.